അരുൺ ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ നല്ല അടിപൊളി സൺലൈറ്റ് കൊണ്ട് ഡേ ലൈറ്റ് കൊണ്ട് അടിപൊളിയായിട്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് പോട്ട്പുരി റീജിയണൽ പാർക്കിലാണ്. ഇന്ന് ഒരു അടിപൊളി ഡേ ആയതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി ഒന്ന് മെൻ്റലി ഒരു റിലാക്സേഷൻ, ഫിസിക്കൽ റിലാക്സേഷൻ, വീട്ടിലിങ്ങനെ മൂടി പുതച്ചിരിക്കുക, വീക്കെൻഡൊക്കെ ഇങ്ങനെ ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാമെന്ന് വെച്ചാൽ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയതാണ്. അതോടുകൂടി തന്നെ ഞങ്ങൾ ഒരു അടിപൊളി സർപ്രൈസ് ന്യൂസുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ന്യൂസാണത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞങ്ങൾ റിവീൽ ചെയ്യുമ്പോൾ ഓരോരുത്തരുടെ ജീവിതത്തിലേക്കും ഓരോ മാറ്റങ്ങൾ വരുന്നത് എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ ന്യൂസ് റിവീൽ ചെയ്യാൻ നമുക്ക് നീനിനെ കൂടെ കൂട്ടിയിട്ട് വേണം ന്യൂസ് റിവീൽ ചെയ്യാൻ. ഞാൻ അങ്ങോട്ട് പോവാണ്. വേറെ എന്താ, നിങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചോദിക്കുക. ഞാനിപ്പോൾ ഈ പാർക്കിലാണെന്ന് പറഞ്ഞുകൊണ്ട് പാർക്കിൽ ഇവിടെ അടുത്ത് നല്ല അടിപൊളി, അങ്ങോട്ടേക്ക് നോക്കുമ്പം കാണാൻ പറ്റും പിള്ളേരൊക്കെ നല്ല സൺലൈറ്റിൽ ഡേ ലൈറ്റിലായതുകൊണ്ട് അവരുടെ വീക്കെൻഡ് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. അങ്ങനെ ഭയങ്കര അടിച്ച് പൊളിച്ച് ഞങ്ങൾ നടക്കുവാണ്. ജോബിനെ കാണാനില്ല. ജോബി അവിടെ എവിടെയോ കളിക്കാൻ പോയിട്ടുണ്ട്. അവന് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർക്കിൽ പോവുക, കളിക്കുക. കാരണം ഒരു ഫ്രീഡം കിട്ടിയ അവസ്ഥയാണ് ഓസ്ട്രേലിയ വന്നപ്പോൾ. അപ്പം ഞങ്ങൾ ഞങ്ങളുടെ ന്യൂസ് റിവീൽ ചെയ്യാൻ പോവാണ്. ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വേറൊരു അതിഥിയും കൂടെ വരാൻ പോവാണ്. അപ്പം ഇതാണ് ഞങ്ങളുടെ അതിഥി. ഇവിടെ റെഡിയാണ്. ഇപ്പോൾ ഏകദേശം ഒരു 6 മാസമായി. ഞങ്ങൾ ആദ്യം പറഞ്ഞാൽ പോട്ട്പുരിയുടെ 8 മാസമായി. അപ്പോൾ ഞങ്ങൾ ഇത്രയും കാലം വീഡിയോ പറയാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരുന്നു പറയാത്ത? സർപ്രൈസ്. ഓക്കെ, സർപ്രൈസ് ആയിരുന്നു. സർപ്രൈസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ നമ്മൾ ചാനൽ പിന്നെ തിരക്കൊക്കെ ആയതുകൊണ്ട് നമുക്ക് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പം നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തതാണ്. ഓക്കെ, സോ അങ്ങനെ ജോബി പ്ലേ ഗ്രൗണ്ടിലോട്ട് പോകാനുള്ള ഫുള്ള് തിരക്കിലാണ് അവിടെ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇപ്പം ഞങ്ങൾ 2ാമത്തെ ബേബിയാണ്. ജോബിക്ക് ഇപ്പം ഏകദേശം 5 വയസ്സായി. ഞാനുണ്ടായത് സെയിം ഡോക്ടറിൻ്റെ അടുത്താണ്. അവനുണ്ടായത് ആലീസ് ഡോക്ടറിൻ്റെ അടുത്താണ് ഞാനുണ്ടായത്. എൻ്റെ മോനും ഉണ്ടായത്, ഇവനുണ്ടായത് ആലീസ് ഡോക്ടറിൻ്റെ അടുത്താണ്. വയനാട്ടിലെ കൽപ്പറ്റയിലെ ആലീസ് ഡോക്ടറിൻ്റെ അടുത്താണ് ഇവനുണ്ടായത്. അങ്ങനെ ഞങ്ങൾ ഓസ്ട്രേലിയയിലെത്തി. കാര്യങ്ങളൊക്കെ ഇവിടെ നല്ല സെറ്റിൽഡായി. ആ സമയത്ത് ഞങ്ങൾക്ക് ദൈവത്തിന് പോയിട്ട് നല്ലൊരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു. അപ്പോൾ ഞങ്ങൾ വി ആർ പ്രഗ്നൻ്റ് ആണ്. പ്രഗ്നൻസിൻ്റെ കാര്യങ്ങളും പിന്നെ എങ്ങനെയാണ് ഇവിടുത്തെ കെയറിങ് എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കും. കാരണം നമ്മുടെ ഒരുപാട് പേർക്കുണ്ടാകുന്ന ഡൗട്ട്സാണ് അതൊക്കെ. പിന്നെ ഞങ്ങളുടെ റിലേറ്റീവ്സൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് അതൊക്കെ. എങ്ങനെയാണ് അവിടെ പ്രഗ്നൻസി കെയറിങ് കാര്യങ്ങളൊക്കെ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നീനും എക്സ്പ്ലെയിൻ ചെയ്തൊരു വീഡിയോ അതിനെക്കുറിച്ച് പറയും. എന്താണ് ഓസ്ട്രേലിയൻ പ്രഗ്നൻസി എക്സ്പീരിയൻസ്, എങ്ങനെയായിരുന്നു ഞങ്ങളുടെ സിറ്റുവേഷൻസൊക്കെ എങ്ങനെയായിരുന്നുള്ള കാര്യത്തിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നുള്ള വീഡിയോ നെക്സ്റ്റ് ഇടും. അപ്പം ഈ വീഡിയോ ഞങ്ങൾ ഇതൊന്ന് റിവീൽ ചെയ്യാനായിരുന്നു. മെറ്റർനിറ്റി ഷൂട്ടും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ന്യൂ ബോൺ ബേബി ഷൂട്ടും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചിന്തിക്കുന്നുണ്ട്. നടക്കുമല്ലൊന്നും അറിയത്തില്ല. കാരണം ഇവിടെ ന്യൂ പ്ലേസാണ്. ഇവിടുത്തെ ആൾക്കാരൊക്കെ മലയാളീസ് ഒന്നും ഇവിടെ ഇല്ല. ഞങ്ങൾ മാത്രമേ ഉള്ളൂ കറൻ്റ്ലി മലയാളീസ്. പിന്നെ മലയാളീസ് വരുന്നുണ്ട് കുറച്ച് പേരൊക്കെ. അങ്ങനെ ഇവിടുത്തെ ഫോട്ടോഗ്രാഫേഴ്സിനൊക്കെ ഞങ്ങൾ നോക്കി വെച്ചിട്ടുണ്ട്. പറ്റുവാണെങ്കിൽ എല്ലാം ഓക്കെ ആണെങ്കിൽ ഞങ്ങൾ ഇടും, വീഡിയോ ഒക്കെ എടുത്ത് ഇടാം, ഫോട്ടോയൊക്കെ ഇടാം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് ഏറ്റവും ആവശ്യം. ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ അരുൺ ടോക്സിൻ്റെ കുടുംബത്തിലായിട്ട് പുതിയൊരു അതിഥി കൂടി വരികയാണ്. നവംബറിലാണ് ഡ്യൂ ഡേറ്റ്. അത് പറയാൻ മറന്നു കേട്ടോ. നവംബർ എന്താണ് ഡ്യൂ ഡേറ്റ്. അപ്പം ബാക്കിയത്തെ കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിലൂടെ അറിയിക്കാം. അപ്പോൾ ബൈ.